അസ്സലാമു അലൈക്കും. ആരത് മൂസക്കുട്ടിയോ? കണ്ടിട്ട് കുറെ കാലമല്ലോ ചങ്ങായി. എവിടെയാണ് ജ്? വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. മോൻ്റെ കല്യാണക്കാരൊക്കെ എന്തായി? ഞാൻ പിന്നെ ഒന്നും അറിഞ്ഞില്ല. കല്യാണക്കാര് പിന്നെ ഒന്നും ആയിട്ടില്ലടോ. ഇജ്ജ് അന്ന് ഇവിടെ വന്നാണ് പോയതല്ലേ, പിന്നെ അന്നെ ഇതുവരെ കണ്ടിട്ടില്ല. എൻ്റെ മോൻ്റെ കാര്യം എൻ്റെ ശ്രദ്ധയിലുണ്ട്, പക്ഷെ ഒത്ത് കിട്ടണ്ടേ. നമ്മളെ സംബന്ധിച്ചോളം കുറച്ച് ദൂരമായാലും കുഴപ്പമൊന്നുമില്ല, നമ്മൾ കാര്യങ്ങൾ നടക്കണം. ദൂരം എനിക്ക് പ്രശ്നമില്ലെങ്കിൽ എൻ്റെ സ്നേഹത്തിൻ്റെ ഒരു മോളുണ്ട്, അത് വേണമെന്ന് അന്വേഷിച്ച് നോക്കാം. അത് ഇജ്ജ് ഈ പോക്കാണ് പോയാല് 6 മാസം കഴിഞ്ഞിട്ടല്ല പിന്നെ എന്നെ കാണുള്ളൂ. അത് ചെന്നോന്ന് ഭാര്യതാണല്ലോ അല്ലേ? ഞാൻ എന്നെ ഭാര്യതല്ല, നമ്മൾ തമ്മിൽ കണ്ടിട്ട് ഇപ്പം 6 മാസമായില്ലേ, അതുകൊണ്ട് പറഞ്ഞാണ്. ഇജ്ജിപ്പോൾ കൊടുക്കാൻ പോകാൻ നിൽക്കണേ? ഞാൻ 2 പൈക്കളുണ്ട് അവിടെ പാടത്ത്. അപ്പോൾ ഒരു 10 കന്ന് പുല്ലറിയാൻ വേണ്ടിയിട്ട് കുട്ടികളാണ് പോയിട്ടുണ്ട്. അപ്പം എന്താ ഇക്കുന്നത് പോയി വെക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്. എന്നാ ഇജ്ജ് പെയ്ക്കോ, ഞാനൊന്ന് കാണാൻ പോന്നതാണ്. എന്നാൽ നമ്മൾ പെരീക്കാണ്ട് പോവാ, ഒരു ഗ്ലാസ് ചായ കുടിക്കാലോ. ചായ ഇപ്പം വേണ്ട, ചായ ഇപ്പം വല്ലാതെ കുടിക്കലില്ല. അതേതായാലും നല്ലതാടാ, ചായ കുടിച്ചാണ്ട് വെറുതെ ശരീരം കേട് എത്തണ്ടല്ലോ. ഈ പൈസ ഉണ്ടെങ്കിൽ ഒരു 1000 ഉറുപ്പ്യ കാട്ടിക്ക. ഇപ്പോൾ ചെറിയ ടൈറ്റിലാണ്. പൈസ ഞാൻ എടുത്തിട്ടില്ലടാ, പെരീ പോണം. എന്നുവെച്ചൊരു കാര്യം ഇജ്ജ് ഇവിടെ നിൽക്ക്. ഇജ്ജ് പോല്ല, എനിക്കേ ഗൂഗിൾ പേ ഉണ്ട്. ഗൂഗിൾ പേൻ്റെ നമ്പർ എന്ന് പറഞ്ഞേട്ടിക്കാ. എൻ്റെ നമ്പർ 99 46 600 184. ഒരു 1000 ഉറുപ്പ്യക്കാണ്ട് വിട്ടിട്ടുണ്ട്, അത് നോക്ക്. എന്നാ ആയിക്കോട്ടെ, ശരി, ഞാൻ പോവാണ്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. മൂസക്കുട്ടി പൂക്കി വിളിച്ചിട്ടുണ്ട്, കല്യാണക്കാരി വല്ലതും ശരിയായെന്നാവോ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. എന്തൊക്കെയുണ്ടടാ മൂസക്കുട്ടിയെ വീരങ്ങള്, സുഖല്ലേ? അൽഹംദുലില്ലാ, സുഖമായിട്ട് പോണ് അലിയ. ഈ വരവിന്റെ ഉദ്ദേശക്ക് മനസ്സിലായില്ല. അന്ന് ഞാൻ പറഞ്ഞില്ല എൻ്റെ സ്നേഹത്തിൻ്റെ ഒരു മോളുണ്ടെന്ന്. ഞാൻ അവരോട് സംസാരിച്ചു, അവർക്ക് അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അവരെന്താടാ പറഞ്ഞേ? അവർക്ക് കുഴപ്പമില്ല, കുട്ടികൾ തമ്മിലൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആയിക്കോട്ടെ, കുട്ടികൾ തമ്മിലൊന്ന് കാണട്ടെ. നാളെ തന്നെ പോയിക്കോളി ഓനേറ്റ്. നാളെ പറ്റൂല, നാളെ എനിക്കൊരു നിൽക്കാനുണ്ട്. അതിനെത്തും മറ്റന്നാൾ രാവിലെ 8 മണിക്ക് അടുപ്പ്. നജ്ജും പാനും കൂടി നാളെ പോയിക്കോ. അത് പറ്റൂല, ഇജും വേണം, എൻ്റെ പെണ്ണുങ്ങളും വേണം, ഓനും വേണം. എന്നാൽ ഒരു ഒറ്റ പൂക്കിൽ ഒരു ബിരിയാണി എഴുതി പോരാൻ മതി. എന്താ പറഞ്ഞ മാതിരി അങ്ങനെ ചെയ്യാം.
നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ചാണ് പോവാം. കുട്ടിയെ പഴയ കാലത്ത് വാപ്പാരി ചെന്ന് കണ്ടാ മതിയായിരുന്നു. അന്നേ വാപ്പാര് പോയാല് വാപ്പാർക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ മക്കൾക്കത് പറ്റും. അത് അന്ന് അങ്ങനെയായിരുന്നു. അന്ന് അങ്ങനത്തെ ഒരു കാലഘട്ടം അല്ലായിരുന്നില്ല. ഇന്ന് അതൊക്കെ മാറിയില്ല. ആ ഞാൻ പോട്ടെ. മറ്റന്നാൾ രാവിലെ 8 മണിക്ക് കാണ്ട് വരും. ഒരുങ്ങി നിന്നോട്ടി. അപ്പൊ നമ്മൾ 8 മണിക്ക് ഇവിടെ റെഡി ആയിരിക്കും. ഇജ്ജോട് വന്നാ മതി. അലിയെ പൈസ ഉണ്ടെങ്കിൽ 2000 തരാം. മൂസക്കുട്ടിയെ എന്നാലും ഞാൻ എനിക്ക് തന്നില്ല പൈസ. ഇനി കല്യാണം കഴിഞ്ഞിട്ട് പോരെ. അത് നാളല്ല അലിയെ, ഇതിപ്പോ ഇന്നല്ലേ. അത് നാളല്ല അലിയെ, ഇതിപ്പോ ഇന്നല്ലേ. Ha 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 ha!